നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഒളിവിലാണ്. കുറേ കഴിയുമ്പോൾ ഒളിവിലെ ഓർമ്മകൾ എഴുതേണ്ടി വരും. സെലിംഗമന്ത്രി ആരംഭിക്കുന്നു. പലരും എനിക്ക് ഇപ്പോൾ ഫോൺ ചെയ്യാറുണ്ട്, വീട്ടിൽ വന്നു കണ്ടില്ല, ഇവിടെ ഇല്ലേ, എന്താണ്? ഞാനിപ്പോൾ തികച്ചും ഒരു അജ്ഞാതവാസത്തിലാണ്. ജനങ്ങളെ കാണുന്നത് ഇതിലൂടെയാണ്. കാരണം ഇപ്പോൾ ഒരു അടി കിട്ടുന്ന പരുവത്തിലാണ്. എൻ്റെ പ്രസംഗമൊക്കെ ചിലർ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് എനിക്ക് അയച്ചു തരും. നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ ദുബായ് ആകും, സിംഗപ്പൂർ ആകും, ഒരാളും ഇനി വിദേശത്ത് പോകേണ്ടി വരില്ല, ജോലി ഇവിടെ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചതിൻ്റെ അതേ ഓഡിയോ തെളിവ് ഞങ്ങൾ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അയച്ചു തരാറുണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ 11:16 രാവിലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. അങ്കിൾ, എനിക്കൊരു ജോലി ഒപ്പിച്ചു തരുമോ? കുറഞ്ഞ ജോലി വല്ലതും മതിയായിരുന്നു. നിവൃത്തികേടാണ്, ഒരു ഡിപ്ലോമക്കാരൻ്റെ വിലാപമാണ്. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കെയർ ഗീവറായിട്ട് പോകാൻ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ തന്നെ അകപ്പെട്ടുപോയ ഒരു ചെറുപ്പക്കാരനാണ്. പലതവണ എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ നിസ്സഹായനാണ്. അവസാനം ഞാൻ ഒളിവിൽ പോകേണ്ടി വന്നു. പലരും എന്നെ തെറിവിളി, പലരുടെയും ഫോൺ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, സംസാരിച്ചു തുടങ്ങി അവസാനം തെറിവിളിയും ബഹളവും വഴക്കും വക്കാണവുമായിട്ടായിരിക്കും ആ കോൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് പലതും പരിചയമില്ലാത്ത കോളുകൾ ഞാൻ എടുക്കാറില്ല. എന്തിനാണ് വെറുതെ ഒരു ശത്രുവിനെ കൂടുതൽ ഉണ്ടാക്കുന്നത്? ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ തുറമുഖം നമ്മൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലുണ്ടാകും, ചെറുപ്പക്കാർക്കെല്ലാം വലിയ ആശ്വാസമാകും എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ വക്താക്കൾ, പ്രധാനപ്പെട്ട ആളുകൾ, അദാനി ഗ്രൂപ്പ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സർക്കാരൊന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ ഒന്നാം തരം കണ്ണായ ഭൂമിയാണ്. അതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് തരാം. അവിടെ കമ്പ വലിച്ച് ഉപജീവനം നടത്തിയിരുന്ന ഏകദേശം 956 തൊഴിലാളികളുണ്ട്. നഷ്ടപരിഹാരം കൈപ്പറ്റിയവർ, ചിപ്പി തൊഴിലാളികളുണ്ട്. ടൂറിസം, ഒന്നാം തരം ടൂറിസം മേഖലയായിരുന്നു. റിസോർട്ടുകൾ, അതെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് അനാഥമായി കിടക്കുകയാണ്. ഇപ്പോഴും തെക്ക് വശത്തോട്ട് നീളുകയാണ്. ബെർത്ത് നീളുന്നു, ബ്രേക്ക് വാട്ടർ നീളുന്നു. അതിൻ്റെ കൃത്യമായ കണക്ക് തരാം. ബലിത്തറ, ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബലിത്തറയുണ്ട്, അതുൾപ്പെടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുരിശടി, നമ്മുടെ ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും ആരാധനാ കേന്ദ്രമായ അവരുടെ കുരിശടി, ഇതുൾപ്പെടെ ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ ഏറ്റവും കൺജസ്റ്റഡായ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്താണ് 230 ഏക്കർ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു കൊടുത്തത്. പിന്നെ അതുകൂടാതെ 130 ഏക്കർ ലാൻഡ് റിക്ലെയിം ചെയ്തു. അങ്ങനെ 360 ഏക്കറാണ് ഫസ്റ്റ് ഫേസിൽ തന്നത്. ഈ കുട്ടികൾ ജോലിക്ക് വേണ്ടി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മുടെ ഗേറ്റ് തുറക്കുന്ന ഒരു ഉത്തരവ്, കസ്റ്റംസിൻ്റെ ഒരു ഉത്തരവ് വന്നു. എന്താണ് ഉത്തരവ് പറയുന്നത്? ഓപ്പറേഷണൽ റെസ്ട്രിക്ഷൻസ്. ഉത്തരവിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഓപ്പറേഷണൽ റെസ്ട്രിക്ഷൻസ് ഓഗസ്റ്റ് 18 തൊട്ട് നടപ്പിലാക്കുന്നതാണ്. ആസ് ദർ ഇസ് കറന്റ്ലി നോ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ അറ്റാച്ച്ഡ് ഓർ ഡെസിഗ്നേറ്റഡ് ഫോർ ദിസ് പോർട്ട്, എക്സിം കാർഗോ ഹാൻഡ്ലിംഗ് ഷാൽ ബി സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി സാധ്യമല്ല, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പല കണ്ടെയ്നറുകളും കൊണ്ടുവരുന്നതിനുള്ള തടസ്സങ്ങളാണ് കൂടുതൽ കസ്റ്റംസിൻ്റെ ഉത്തരവിലുള്ളത്. എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്. ഇമ്പോർട്ട് ഓപ്പറേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് സ്ട്രിക്ട്ലി ടു ഫുൾ കണ്ടെയ്നർ ലോഡ്, കണ്ടെയ്നേഴ്സ് എലിജിബിൾ ഫോർ ഡയറക്റ്റ് പോർട്ട് ഡെലിവറി. പൂർണ്ണമായും നിറഞ്ഞു വരുന്ന കണ്ടെയ്നർ, FCL, അങ്ങനെയുള്ള കണ്ടെയ്നർ നേരിട്ട് ഫാക്ടറിയിലോട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് പോർട്ട് ഡെലിവറി എന്ന് പറയുന്നത്? ഡയറക്റ്റ് പോർട്ട് ഡെലിവറി ഈസ് ഫോർ VIP ഇമ്പോർട്ട്സ്. അതിനകത്ത് കൃത്യമായി ഉണ്ട്, ഫോർ VIP ഇമ്പോർട്ട്സ് ഹു ആർ ബ്രിങ്ങിങ് റെഗുലർ ഇമ്പോർട്ട്സ് വിച്ച് ആർ എ ഫെയ്ത്ത്ഫുൾ ബിസിനസ് കമ്മോഡിറ്റീസ്.
വലിയ ക്വാണ്ടിറ്റി സ്ഥിരമായിട്ട് കൊണ്ടുവന്ന ഒരു ഗുഡ്വിൽ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇവിടെ വരുന്ന കണ്ടെയ്നർ അതും 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് വ്യവസ്ഥ. അങ്ങനെ വരുന്നവർക്ക് ഈ കണ്ടെയ്നർ പുറത്തു കൊണ്ടുപോകും. കേരളത്തിൽ അങ്ങനെയുള്ള ഫെയ്ത്ത്ഫുൾ VIP ബിസിനസ്സുകാർ എത്രയുണ്ട്? വിരലിലെണ്ണിയെടുക്കാം. അതുപോലെ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ചും റെസ്ട്രിക്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ഓപ്പറേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് സ്ട്രിക്ട്ലി ടു ഡയറക്റ്റ് പോർട്ട് എൻട്രി ഓഫ് ഫാക്ടറി സ്റ്റഫ്ഡ് സെൽഫ് സീൽഡ് ഓർ കസ്റ്റം സീൽഡ് FCL കണ്ടെയ്നേഴ്സ്. ഫാക്ടറിയിൽ വെച്ച് തന്നെ ഇത് പൂർണ്ണമായും നിറച്ച് അവർക്ക് തന്നെ സെൽഫ് സർട്ടിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ കസ്റ്റംസിന്റെ പരിശോധന പൂർത്തിയാക്കണമെങ്കിൽ മിക്കവാറും ഇപ്പോൾ കസ്റ്റംസ് പരിശോധന ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ഇറക്കുമതി ചെയ്യുന്നവർക്കും കയറ്റുമതി ചെയ്യുന്നവർക്കും വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഏകദേശം 20% തോന്നുന്നു. മൊത്തത്തിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നതിന്റെ 20% പരിശോധിക്കണമെന്നുണ്ട്. അല്ലാതെ ഉള്ളതെല്ലാം കൊണ്ടുപോകാം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ രീതിയിലാണ് നമ്മുടെ ഇവിടെ തുറമുഖം ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ വരികയും പോവുകയും ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുമ്പോൾ എനിക്കറിയാം, പലരോടും ഞാൻ പറഞ്ഞു ആദ്യത്തെ കണ്ടെയ്നർ കയറ്റി വിടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ കാറ്റഗറിയിൽ അവർ വരുന്നില്ല, അതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല. ഇമ്പോർട്ട് ചെയ്യാനുള്ള ആളോട് ചോദിച്ചപ്പോഴും ഈ കാറ്റഗറിയിൽ അദ്ദേഹം വരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വോളിയം ബിസിനസ് ഇവിടെ വരില്ല. അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ അത്യാവശ്യമായിട്ട് ഇവിടെ ആരംഭിക്കണം. 2026 ഒരു വാർത്ത നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദാനി പോർട്സ് വിൽ ബിൽഡ് എ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഓൺ 100 acres നിയർ ദ പോർട്ട് ടു ഹാൻഡിൽ എക്സിം കണ്ടെയ്നേഴ്സ് വെൻ കാർഗോ മൂവ്മെന്റ് പിക്സ് അപ്പ്. ഉടനെയല്ല, കാർഗോ മൂവ്മെന്റ്സ് പിക്ക് ചെയ്യുമ്പോൾ കൂടുമ്പോൾ 100 ഏക്കറിൽ 230 ഏക്കറാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുത്തത്. ഒന്നാം തരം കണ്ണായ ഭൂമി, സ്വർണത്തിനേക്കാൾ വിലയുള്ള മണ്ണ്. അദാനി ഗ്രൂപ്പിന് ഒരുപക്ഷെ ഗുജറാത്തിലെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. മാർഷി ലാൻഡ്, അദ്ദേഹത്തിന്റെ പ്രസംഗം പലപ്പോഴും കേട്ടിട്ടുണ്ട്. മാർഷി ലാൻഡിലാണ് മുണ്ട്ര പോർട്ട് പണിതത്. അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു മരുഭൂമി പോലെ കിടന്ന് അല്ലെങ്കിൽ ചതുപ്പ് നിലം പോലെ കിടന്നെടുത്ത് തൊഴിൽ ആവശ്യക്കാർ വളരെ കുറവായിരിക്കും. കാരണം അവർ ആ പ്രദേശത്തൊന്നും താമസിച്ചിട്ടില്ല. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റിസോർട്ടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പ്രദേശത്ത് ഒരു പോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ലാൻഡ് സൈഡിൽ ജനങ്ങൾക്ക് അതുപോലുള്ള ഇപ്പം എന്താണ് കണക്ക്? ഫസ്റ്റ് ഫുൾ ഇയർ 25-26 ടോട്ടൽ റവന്യൂ 830 കോടി രൂപയാണ് പോർട്ടിന്റെ വരുമാനം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 236 കോടി. പ്രോഫിറ്റ് മാത്രം, എല്ലാ ടാക്സും കൊടുത്തു കഴിഞ്ഞിട്ട് 236 കോടി. 28.43% ലാഭം നൽകിയ ഇങ്ങനെ ഒരു പോർട്ട് ലോകത്തിലുണ്ടോ എന്നറിയില്ല. ആദ്യത്തെ വർഷം, ആദ്യത്തെ ഫുൾ ഫിനാൻഷ്യൽ ഇയർ 236 കോടി, 28.43% ലാഭം. നാട്ടുകാർക്ക് എന്താണ്? നാട്ടുകാർക്ക് എന്ത് പ്രയോജനം? ഇത്രയും കണ്ണായ ഭൂമി എടുത്തു തന്നിട്ട് 2015 ഒപ്പിട്ടതാണ്. നിങ്ങൾ 13-14 ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇസ്രായേലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ടാൻസാനിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒരു തുറമുഖം വരുമ്പോൾ അതിനനുബന്ധമായി കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ മാത്രമല്ല, അതിനോടനുബന്ധമായി നിരവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ 10 വർഷം പിന്നിട്ടിട്ടും 2015 നിങ്ങൾ ഒപ്പിട്ടു, 2025 ആകുമ്പോൾ 10 വർഷം കഴിഞ്ഞു, 2026 തീരാൻ പോകുന്നു. ഇപ്പോഴാണ് നിങ്ങൾ ഒരു 100 ഏക്കറിൽ ഒരു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ കപ്പലുകൾ വരും, കണ്ടെയ്നറുകൾ വരും, പുറത്തിറങ്ങിയാലേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 100 ഏക്കറിന്റെ ഫ്രൈറ്റ് സ്റ്റേഷനെ കുറിച്ച് എന്തുകൊണ്ട് നേരത്തെ ആലോചിച്ചില്ല? ഇവിടെ കുട്ടികൾ തെണ്ടി നടക്കുകയാണ്. കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ തെണ്ടി നടക്കുമ്പോൾ ഗുജറാത്ത് അല്ല കേരളം എന്ന് നിങ്ങൾ ദയവേത് മനസ്സിലാക്കണം. അവിടെ കുറെ പേർക്ക് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട്. അവർ ഉദ്യോഗം കിട്ടിയവരൊക്കെ ആനപ്പുറത്തിരിക്കുന്നവരെ പോലെയാണ്. ഞാൻ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല, ഞാനൊരു മെസ്സേജ് അയച്ചാൽ തിരിച്ചൊരു മറുപടി പോലും കിട്ടാത്ത നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? അവർ രക്ഷപ്പെട്ടു, ഇനി വേറെ ആരും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സമീപനം ഉള്ളതുപോലെ തോന്നുന്നു എന്നുള്ളതാണ് പോർട്ടിൽ ഈ പറയുന്ന 11 വർഷം പിന്നിടുമ്പോൾ ഒരു തൊഴിലിന് വേണ്ടി യാചിക്കുന്ന ചെറുപ്പക്കാരുള്ള നാട്. 230 ഏക്കർ സ്ഥലം കൊടുത്തു, 130 ഏക്കർ റിക്ലെയിം ചെയ്ത ലാൻഡ്. രണ്ടാം ഘട്ടത്തിൽ 150 ഏക്കർ റിക്ലെയിം ചെയ്യാം. അങ്ങനെ 510 ഏക്കർ, ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്ത് 510 ഏക്കർ ഭൂമി തരുമ്പോൾ, കടല് തരുമ്പോൾ 2 കിലോമീറ്ററോളം
ബീച്ച് ഫ്രണ്ട് തരുമ്പോൾ അതിന് ആനുപാതികമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം, കടമ അദാനി ഗ്രൂപ്പിനുണ്ട്, വിസിലിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അത് നിർവഹിച്ചില്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഈ നാട്ടിൽ ആത്മഹത്യകൾ ഇനിയും ഉണ്ടാകാം എന്നുള്ളത് മാത്രമാണ് സെയിലിംഗ് കമന്ററി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്.